ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇത് ഞങ്ങളുടെ ആദ്യത്തെ വ്ളോഗാണ്. അങ്ങനെ ഒരാഴ്ചത്തെ പ്ലാനിങ്ങിന് ശേഷമാണ് ഞങ്ങൾ ക്യൂവിലേക്ക് പോകുന്നത്. ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടിയാണ് പോകാൻ ഒരുങ്ങിയത്. അങ്ങനെ ഞങ്ങൾ നാട്ടിൽ നിന്നും ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ അട്ടക്കുണ്ട് പാലെത്തി. അവിടെ എത്തിയപ്പോൾ കൂട്ടത്തിൽ ഒരാൾ കൂടെ വരാനുണ്ടായിരുന്നു. അങ്ങനെ ഓളെയും കാത്തു നിന്ന് ഏറെക്ക് വരാമെന്ന് പറഞ്ഞ ആൾ 8:30ക്കാണ് വന്നത്. വീഡിയോ എടുക്കുന്നത് കണ്ടതുകൊണ്ട് തന്നെ അവളൊടുക്കത്തെ എക്സ്പ്രഷനായിരുന്നു. ചിരിച്ചുകൊണ്ടാണ് വരുന്നത് അവൾ. അങ്ങനെ അവളെയും കൂട്ടി അവിടെ നിന്ന് ഇറങ്ങി. റോഡിൽ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് എത്തിക്കി. അങ്ങനെ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടാണ് പോകുന്നത് തന്നെ. ആ കളർഫുൾ ലൈറ്റ് കാണുമ്പോൾ ചന്ത. അങ്ങനെ നമുക്ക് അങ്ങോട്ടാണ് പോകാനുള്ളത്. ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അങ്ങനെ ഞങ്ങൾ നടക്കാൻ തുടങ്ങി. എല്ലാം പല സ്ഥലത്താനെ കൊണ്ട് തന്നെ ഒരുപാട് നടക്കാനുണ്ടായിരുന്നു. ഒരുപാട് സാധനങ്ങൾ തന്നെ ഉണ്ടായിരുന്നു അവിടെ തന്നെ. ഞങ്ങൾ 4 പെൺകുട്ടികളായതുകൊണ്ട് തന്നെ ഞങ്ങളെ കണ്ണ് ആദ്യം ഉടക്കി തന്നെ നമ്മളെ കമ്മലിൻ്റെ സെക്ഷനിലാണ്. അങ്ങനെ ഞങ്ങൾ കമ്മലിൻ്റെ സെക്ഷനിലേക്ക് പോയി. ഏതെടുത്താലും 20, 30, 50 അങ്ങനെയൊക്കെ ആയിരുന്നു കമ്മലിൻ്റെ റേറ്റ്. ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു അവിടെ. ഞങ്ങൾ അങ്ങനെ 5-6 കമ്മൽ വാങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. അത്യാവശ്യം നല്ല വിലക്കുറവിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. നമുക്ക് അഫോർഡബിൾ റേറ്റിൽ ഒരുപാട് സാധനങ്ങൾ വാങ്ങാനും പറ്റുമായിരുന്നു. ഞങ്ങളങ്ങനെ ഒരു ബബിളും ഒരു ക്രിസ്മസ് അപ്പൂപ്പനെയും വാങ്ങിച്ചു. അത് കഴിഞ്ഞ് ആ ബബിളും കറക്കി ഇങ്ങനെ നടന്നു. കുറച്ച് പൂച്ചട്ടികളുണ്ടായിരുന്നു, അതൊക്കെ നോക്കി കണ്ടു. അത് കഴിഞ്ഞ് കുറച്ച് പാവക്കുട്ടികളുണ്ടായിരുന്നു, അതിനെ പോയി കളിപ്പിച്ചു. അങ്ങനെ അതുപോലെ നടന്ന് കളിച്ചു. ഇഷ്ടംപോലെ സ്റ്റാളുണ്ടായിരുന്നു. ഫാൻസി ഐറ്റംസ്, പിന്നെ ഡ്രസ്സ്, പാത്രം, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഏത് ഐറ്റംസ് ആയാലും ഇതിനൊക്കെ വളരെ റേറ്റ് കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ വാങ്ങാൻ സാധിക്കും. പിന്നെ ഞങ്ങൾ ബാംഗിൾസിൻ്റെ കളക്ഷനിലോട്ടാണ് പോയത്. ഇൻസ്റ്റയിലൊക്കെ ട്രെൻഡിങ് ആയ വളകളൊക്കെ അവിടെ ചീപ്പ് റേറ്റിലാണ് സെയിലാക്കുന്നത്. ഞങ്ങൾ ഗ്രീൻ ആൻഡ് റെഡ് കോംബോ ഉള്ള കുറച്ച് വളകളാണ് വാങ്ങിയത്. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങൾ ഇട്ട് നോക്കിയായിരുന്നു. ഈ സെക്ഷൻ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഡ്രസ്സിൻ്റെ സെക്ഷനിലോട്ടായിരുന്നു. അഫോർഡബിൾ റേറ്റ് ആയിട്ടുള്ള ഒരുപാട് നല്ല ഡ്രസ്സുകൾ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നല്ല പാട്ടൊക്കെ പാടിയിട്ടാണ് ഞങ്ങൾ നടന്നത്. അങ്ങനെ പോകുന്ന വഴിക്കാണ് ഞങ്ങൾ ഞങ്ങളെ കസിനെ കണ്ടത്. അങ്ങനെ കസിനെ കണ്ടു, അവരോട് സംസാരിച്ചു. അവരോട് ടാറ്റ ബൈ ബൈ പറഞ്ഞു. അവിടുന്ന് വീണ്ടും നടന്ന് പിന്നെ ഒരു ക്രൗണൊക്കെ വാങ്ങി അത് തലയിൽ വെച്ച് നോക്കി, വെറുതെ വെച്ച് നോക്കി. എന്നിട്ട് കയ്യിൽ പമ്പരമൊക്കെ കറക്കി. നല്ല രസമുണ്ടായിരുന്നു അത് കറങ്ങുന്ന കാണാൻ തന്നെ. എന്നിട്ട് കുറച്ച് പൂക്കളൊക്കെ നോക്കി. നല്ല നല്ല പൂക്കളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ചെറുപ്പത്തിൽ കഴിച്ച ഒരുപാട് തരം മിഠായികൾ ഉണ്ടായിരുന്നു അവിടെ. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മളെ പഴയ സ്കൂൾ കാലഘട്ടത്തിലേക്ക് തന്നെ പോയി. പണ്ട് നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ ഇങ്ങനത്തെ ഓരോ മിഠായികൾ ഡെയിലി കഴിക്കുമായിരുന്നു. ഇതൊക്കെ നമ്മുടെ ഓർമ്മകൾ തന്നെയാണ്. കാണുമ്പോൾ തന്നെ നല്ല നൊസ്റ്റാൾജിയൊക്കെ ഫീൽ ചെയ്യുന്നു. ഒരു വലിയ സ്റ്റാളായത് കൊണ്ട് തന്നെ അവിടെ കാണാൻ ഒരുപാടുണ്ടായിരുന്നു. ഡ്രസ്സുകളായാലും അതേപോലെ കിച്ചണിലേക്ക് നമുക്ക് വേണ്ട സാധനങ്ങളായാലും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ ചെറിയ മക്കൾക്ക് പഠിക്കാൻ പറ്റിയ ബുക്കുകളും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് ഗെയിം കളിക്കാനായിരുന്നു. ഈ ഗെയിം കളിച്ചാലാണെങ്കിൽ എന്തായാലും ഒരു ഗിഫ്റ്റ് ഉറപ്പാണ്. ഈ ഗെയിം എങ്ങനെ കളിക്കാന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു 6 ബോൾ കിട്ടും. ആ 6 ബോളിൽ നമ്മൾ ഇങ്ങനെ ഇടുന്ന സംഖ്യയിൽ എത്ര സംഖ്യ കിട്ടുന്നോ അതിൽ അവിടെ ഒരു ഗിഫ്റ്റ് ഉണ്ടാവും. അതാണ് ഈ ഗെയിം. എന്തായാലും ഒരു ഗിഫ്റ്റ് കിട്ടും. അതുകൊണ്ട് നമുക്കത് കളിക്കാമെന്ന് വെച്ചിട്ടാണ് ഞങ്ങളത് കളിക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഞങ്ങൾ കളിച്ചു. അങ്ങനെ ഞങ്ങൾ എന്താക്കി ഓരോരുത്തർ ആ ബോൾ ഇട്ടു. അവസാനം ഞങ്ങൾക്ക് കിട്ടിയത് ഒരു ബ്രഷായിരുന്നു. ആ ബ്രഷാണെങ്കിൽ സുന്ദരീൻ്റെ അടുത്ത് ബ്രഷില്ല എന്ന് പറഞ്ഞ് അവൾ അടുത്തങ്ങ് കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ ഇനിയും ഒരുപാട് ഗെയിംസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് എങ്ങനെയായാലും നമുക്കൊരു ഗിഫ്റ്റ് ഇങ്ങോട്ട് കിട്ടും. അതുകൊണ്ടാണ് ഇത് കളിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്ഥിരം ഡ്രസ്സ് എടുക്കുന്ന ഷോപ്പിൽ ഒരു ചേട്ടനെ കണ്ടു. അവരോട് കുറച്ച് സംസാരിച്ച് അങ്ങനെ നിന്നു. അത്രയും നേരം അവിടെ നടന്നിട്ട് ഞങ്ങളൊരു ഐസ്ക്രീം ഒന്നും കഴിച്ചില്ല. അങ്ങനെ എന്താക്കി നേരെ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി ഐസ്ക്രീമിൻ്റെ അടുത്തോട്ട് പോയി. അങ്ങനെ അവിടെ നോക്കി നല്ല ഐസ്ക്രീമൊക്കെ നോക്കി. അവിടെ കുറേ ഫ്ലേവറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ വാങ്ങിയത് 3 വാനിലയും ഒരു സ്ട്രോബെറിയും ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ 4 ആളും ഐസ്ക്രീമൊക്കെ വാങ്ങി. അങ്ങനെ ഐസ്ക്രീം തിന്നുകൊണ്ട് ഞങ്ങൾ നേരെ കാർണിവൽ നടക്കുന്നിടത്തേക്ക് അങ്ങനെ പോയി. കയ്യിൽ ഐസ്ക്രീം ഉള്ളത് കൊണ്ട് തന്നെ ഐസ്ക്രീം തീരുന്നവരെ ഞങ്ങൾ എന്താക്കി അവിടെ ഇവിടെ വായ നോക്കി നടക്കുകയായിരുന്നു ഗൈസ്. വലിയൊരു ഗ്രൗണ്ടായ തന്നെ കുറേ റൈഡും പിന്നെ കമ്മലും അങ്ങനെ അതിൽ തന്നെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ നടന്ന് കണ്ടു. ലൈറ്റൊക്കെ വെച്ച് റൈഡ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അവിടെ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. എന്താണെന്നറിയില്ല, കീഴ്ശാന്തി ഇങ്ങനെയൊന്നുമല്ല. ശരിക്കും ആൾക്കാരെ കൊണ്ട് തിക്കി നിറഞ്ഞ സ്ഥലമായിരുന്നു.
പിന്നെ അവിടെ തിരക്കൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് ഞങ്ങളിങ്ങനെ എല്ലാം നടന്ന് കളിച്ചു. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്, അങ്ങനെ പാട്ടൊക്കെ ഡാൻസൊക്കെ കളിച്ചു. അവിടെയാണെങ്കിൽ 2 തൊട്ടിലൊക്കെ ഉണ്ടായിരുന്നു. ആ ആകാശ തൊട്ടിൽ ഇങ്ങനെ പോകുന്ന കാണാൻ നല്ല രസമുണ്ട്. ഞങ്ങളാണെങ്കിൽ തോണിയിലായിരുന്നു കയറിയത്, ആകാശ തോണി. ഞങ്ങളാണെങ്കിൽ ഏറ്റവും കോർണർ സീറ്റിലായിരുന്നു ഇരുന്നത്, അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ തോണി കയറി ഇറങ്ങി. എന്നിട്ട് ഞങ്ങളിങ്ങനെ കുറച്ച് ബബിൾസ് പറപ്പിച്ച് കളിച്ചു. ഞാൻ ബബിൾസ് പറപ്പിക്കുന്നത് കണ്ടപ്പോൾ ഏച്ചി പറഞ്ഞു ഏച്ചിക്കും പറപ്പിക്കണം. അങ്ങനെ അത് പറപ്പിക്കേണ്ട ആവേശത്തിൽ അതിൻ്റെ കൊമ്പൊക്കെ ഒടിച്ച് കളഞ്ഞു ഗൈസ്. എന്നിട്ട് അത് പിന്നെയും ഫിറ്റ് ചെയ്തു. അതിന് ശേഷമാണ് എന്നിട്ട് ഓതിയത്. ശരിക്കും പറഞ്ഞാൽ ബബിൾസ് ഓതി പറപ്പിക്കാൻ അറിയില്ലെന്ന് തോന്നുന്നു കുട്ടിക്ക്. അങ്ങനെ ചെറിയ മക്കളെ പോലെ ബബിൾസൊക്കെ ഊതി പറപ്പിക്കുന്നു. എല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് നടന്ന് നേരെ തിരിച്ച് നടക്കുമ്പോഴാണ് കമ്മൽ കണ്ടത്. ഒരു കമ്മലോടെ വാങ്ങിച്ചു. നല്ല രസമുണ്ടായിരുന്നു ആ കമ്മൽ. അപ്പം തന്നെ ആ കമ്മൽ ഏച്ചി എടുത്തിട്ടു. ആ കമ്മലിട്ട് കുറച്ച് പട്ടിഷമൊക്കെ കാണിച്ച് അവിടെ നിന്ന് അങ്ങനെ നടന്ന് കളിച്ചു. അത് കഴിഞ്ഞൊരു ബാഗ് കൂടെ വാങ്ങിച്ചു. വെറും 100 രൂപയായിരുന്നു ആ ബാഗിനുണ്ടായിരുന്നത്. വെറും 100 രൂപയ്ക്ക് ഇത്രയും നല്ല ബാഗ് കിട്ടുമെന്ന് വിചാരിച്ചില്ല. അതുകൊണ്ട് നല്ല ബാഗായിരുന്നു, അതുകൊണ്ട് അപ്പം തന്നെ വാങ്ങി. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ചോളം വാങ്ങി. എല്ലാവർക്കും ചോളമൊന്നും ഇഷ്ടമല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു ചോള വാങ്ങിയത്. പിന്നെ ബാക്കി കപ്പലാണ്ടിയും വാങ്ങി. അത് കഴിഞ്ഞ് ഒരാൾ വീണ്ടും ഞാൻ ബബിൾസ് പറപ്പിച്ചില്ല എന്നും പറഞ്ഞ് ബബിൾസ് പറപ്പിക്കുന്നു. പക്ഷേ കുട്ടിക്കാണെങ്കിൽ ബബിൾസ് പറപ്പിക്കാൻ അറിയത്തില്ലായിരുന്നു, ഒരു ബബിൾസ് പോലും വരുന്നില്ല. അങ്ങനെ ബബിൾസൊക്കെ പറപ്പിച്ച് കളിച്ച് ഞങ്ങളങ്ങ് തിരിച്ചു വരികയായിരുന്നു. പിന്നീട് പോകുന്ന വഴിക്കാണ് ഒരു തട്ടുകടയിൽ കയറി. ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അട്ടക്കുണ്ട് പാലത്തിൻ്റെ അടുത്തുള്ള സർവാർ തട്ടുകടയിലാണ് ഞങ്ങൾ കയറിയത്. അവിടെയാണെങ്കിൽ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു, പക്ഷെ ലേറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാ ഐറ്റംസ് അങ്ങനെ കഴിഞ്ഞു പോയിരുന്നു. ഞങ്ങൾ നല്ല മുരിഞ്ഞ പഴംപൊരിയും ബീഫും ഒക്കെ കഴിച്ചു. പിന്നെ ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കല്ലുമ്മക്കായയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവിടുത്തെ കല്ലുമ്മക്കായക്ക്. പിന്നെ ഞങ്ങൾ റീലെടുത്തു, ഇൻസ്റ്റ ട്രെൻഡിങ് ആയിട്ടുള്ള കിട്ടുമ്പോൾ. എന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് ഇറങ്ങി പാട്ടൊക്കെ പാടിയിട്ടാണ് ഞങ്ങൾ വണ്ടിയൊക്കെ ഓടിച്ചത്. അട്ടക്കുണ്ട് പാലെത്തിയപ്പോൾ ഒരു റീല് കൂടി കളിച്ചാലെന്ന് വിചാരിച്ച് അവിടെ ഇറങ്ങി. അങ്ങനെ ഒരു റീല് അപ്പം പഠിച്ചു. അന്നേരം തന്നെ കളിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഞങ്ങൾ ആദ്യത്തെ വ്ളോഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അങ്ങനെ ഇന്നത്തെ വ്ളോഗ് അവസാനിച്ചിരിക്കുന്നു.